ഹായ്, നമുക്ക് നമ്മുടെ കപ്രി ജാസുവിന്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. Q&Aയിൽ അവരവരുടെ കാര്യം വെളിപ്പെടുത്തുകയാണ്. ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതൊരു പ്രത്യേകതരം ക്ലാരിറ്റി ഇല്ലായ്മയിലെ ക്ലാരിറ്റിയാണ്. എന്തെങ്കിലും ആയാലും ക്ലാരിറ്റിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റിയെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെജോറിറ്റി ആൾക്കാരും പേടിക്കും, കാരണം പുള്ളിക്കാരത്തെ ഭയങ്കര സ്ട്രൈക്കിൻ്റെ ആളാണ്. എൻ്റെ ചാനൽ അടിച്ച് കളയാൻ വേണ്ടി 25,000 രൂപ ചിലവാക്കിയ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കേസ് കിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോയും വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഗബ്രി ജാസ്മിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് ജസ്റ്റ് ബിക്കോസ് ഐ എം ആസ്ക്ഡ് ടു. കാരണം ഇത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് അയാളുടെ എക്സ്ട്രീംലി പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മറ്റൊരാൾക്ക് അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം. ഐ എം നോട്ട് ആൻസറബിൾ ടു എനിബഡി ഓഫ് ദീസ് പീപ്പിൾ ഹു ആർ ആസ്കിംഗ് മീ ദിസ് ക്വസ്റ്റ്യൻസ്. അത് ഫാൻസ് ആയിക്കോട്ടെ, ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ, ജസ്റ്റ് ബിക്കോസ് ഐ എം ആസ്ക്ഡ് ടു. കാരണം ഇത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് അയാളുടെ എക്സ്ട്രീംലി പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മറ്റൊരാൾക്ക് അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം. ഐ എം നോട്ട് ആൻസറബിൾ ടു എനിബഡി ഓഫ് ദീസ് പീപ്പിൾ ഹു ആർ ആസ്കിംഗ് മീ ദിസ് ക്വസ്റ്റ്യൻസ്. അത് ഫാൻസ് ആയിക്കോട്ടെ, ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ, ആർക്കും ഈ ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന റെസ്പെക്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന്റെ ഒരു സൗജന്യം. യു മീൻ സൗജന്യം. ദാറ്റ് സൗജന്യം വി ആർ ടേക്കിംഗ് ഇറ്റ് ഓഫ്. നീ പറയട, ഇതിന്റെ ക്ലാരിറ്റി എന്താണെന്ന് അറിയാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അറിയാമല്ലോ എന്താണെന്ന് പറയാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പം അവർ ഒരുപാട് ഒരു സ്റ്റോറി ഒക്കെ ഞങ്ങൾക്ക് വരുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ആക്ച്വലി അത്രയും ഇത് വെക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ 7 മാസമാണ് ഞാൻ ഡേറ്റ് വെച്ചത്. നീ അതൊക്കെ 2 മാസം കൂടുതൽ പോയി എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് 7 മാസം ആകുമ്പോൾ കൃത്യമായിട്ട് നീ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ 7 ആയില്ലല്ലോ കുട്ടി. ജൂണ്, ജൂലൈ 7 ആയില്ലല്ലോ. അതിന് മുമ്പേ പുറത്തായാ? 7 മാസമാണ് ഒരു കണക്ക്. ഇവക്ക് എന്താ 7 കളിയെന്ന് എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലും ആട്ടെ. ആക്ച്വലി അത്രയും ഇത് വെക്കരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ, എന്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫാണ്. ബാക്കിയുള്ളവരുടെ ലൈഫല്ല, ബാക്കിയുള്ളവരുടെ ലൈഫാണ്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ, എന്റെ ലൈഫ് എന്ന് നിങ്ങളൊരു ബ്ലോഗ് കണ്ടു. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ, എന്റെ ലൈഫ് നിങ്ങളൊരു ബ്ലോഗ് കണ്ട്, വീഡിയോ കണ്ട്, നിങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നു. അവിടെയാണ് അതിന്റെ ബോർഡർ ലൈൻ. അതിനപ്പുറത്തോട്ട് മുകളിലോട്ട് അങ്ങനെ കൂടുതൽ വർത്തമാനങ്ങളൊന്നും ആരും പറഞ്ഞ് തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലേണ്ടതാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. മതി, അത്രേ വേണ്ടുള്ളൂ. കൂടുതൽ അഭിപ്രായങ്ങളും കൊണ്ട് ആരും അങ്ങോട്ട് തള്ളി കയറണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തത് കേൾക്കാം. ബാക്കി 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 വരട്ടെ. അതൊന്ന് പോരാത്തിന് ഞങ്ങൾക്ക് രാത്രി ഇല്ല. രാത്രി പകലുള്ള വ്യത്യാസം സമയം അറിയില്ല, എത്ര മണിയാണെന്ന് അറിയില്ല, 11 മണിയാണോ 3 മണിയാണോ നമുക്ക് അറിയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഉറങ്ങാതിരുന്നതിന്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ശീലിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്റെ പ്രൈവറ്റ്, എന്റെ മുറിയിൽ, എന്റെ സ്വന്തം ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഏറ്റവും നല്ല സ്ലീപ്പ് കിട്ടുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നെ പെട്ടെന്ന് വേറൊരു കുറെ ആളുകളുടെ ഫോഴ്സ്ഫുള്ളി കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് കൂർക്കമ്പലി പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ നോയ്സുകൾ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്ത് ഭയങ്കര സൈലന്റ് ആണ്. ഫാൻ ഇല്ല, AC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് എക്സ്ട്രീംലി സൈലന്റ്. ഒരാൾ വെറുതെ തിരിഞ്ഞു പറഞ്ഞാൽ പോലും ആ ഒച്ച നമുക്ക് കേൾക്കാം. ഞാൻ ഏതായാലും വെരി എന്താ പറയുക ലൈറ്റ് സ്ലീപ്പർ, പെട്ടെന്ന് എഴുതേക്കുന്ന ടൈപ്പുള്ള ഒരു സ്ലീപ്പറാണ് ഞാൻ. അപ്പൊ എനിക്ക് പിന്നെ പരിചയമില്ലാത്ത ആളുകളോട് കിടക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ സെലക്ട് ആയി കയറിയത് പവർ റൂമിലേക്ക്. അപ്പോൾ നാച്ചുറലി നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറത്തു വരുന്നത് സംസാരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ വേറൊരാളുണ്ട്. അപ്പം നോക്കുമ്പോൾ വേറെയുള്ളവരോട് ഇരുന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പറയണത്. നമുക്ക് അത്രയൊന്നും കേൾക്കണ്ട, കുറെ കേൾക്കണ്ട. റിയാലിറ്റി ആയിരുന്നു, തെറ്റാണ്, അവസ്ഥയാണ്, സാഹചര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഇവൻ പുറത്തു പോയ സമയത്ത് എന്റെ ബ്രെയിനിൽ എനിക്കറിയാം എന്താണ് പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾ കാണുന്നത് ഒരു ബിഗ് ബോസ് ഹൗസ് ആണ്, ഞാൻ നിൽക്കുന്നത് ഒരു ബിഗ് ബോസ് വേൾഡ് ആണ്. ഞാൻ നിൽക്കുന്നത് ഒരു ലോകത്താണ്. കാരണം ആ ലോകത്ത് നിന്ന് ഒരാൾ എലിമിനേറ്റ് ആയി പോവാണെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്? ആ ലോകത്ത് നിന്ന് മരിച്ചുപോയി. അത് കുഴപ്പമില്ല, എന്താ പറയട്ടെ, കാരണം അവന് വെച്ച് പറയട്ടെ. അപ്പം ഇവൻ പോവാൻ നേരത്തെ എനിക്ക് ആ ഒരു സാധനവും കൂടെ അങ്ങനെ എനിക്കറിയില്ല, എന്റെ ഇടയിലും കാണും. പിന്നെ ഇവൻ പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് ആരുമില്ല, ഇവനിക്ക് ആരുമില്ല. അയ്യോ, ആരുമില്ല കേട്ടോ. കൊച്ചിന് ആരും ഇല്ലാണ്ടായി. ഗായ്സാ പറ.
ഇപ്പൊ ഒരാള് മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോ നോക്കി നമ്മൾ സംസാരിക്കും. അല്ല, അതേ കോൺസെപ്റ്റ് എന്താ മാതിരി നറേഷൻസ് ആണ്. ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. ഞാനൊരു ആക്ടറാണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നെവർ വാണ്ടഡ് ടു ബി എ യൂട്യൂബർ. If I started YouTube, it's not for money, it's not for fame, it's not for anything else. It's just for the people who actually likes to see us together. അതുകൊണ്ടാണ് എന്റെ എല്ലാ വീഡിയോയിലും ജാസ്മിന് ഉള്ളത്. അല്ലെങ്കിൽ എന്നാ പിന്നെ നിനക്ക് കിട്ടിയ കാശ് നീ ആ പാവങ്ങ കൊടുത്ത ഏടാ എനിക്കാടാ, നിനക്ക് 56,000 കണ്ട ആദ്യത്തെ മാസം കിട്ടിയെന്ന് പറഞ്ഞില്ല കാശിങ് കാടാ. എടാ ചുമ്മാ പുളൂസ് അടിക്കുന്നതിന്റെ കണക്ക് വേണ്ടേ? ആ പെണ്ണിനെ വെച്ചുണ്ടാക്കി, അതറിയാത്ത ഒരു പേത്ത പെണ്ണ്, 23 വയസ്സിന്റെ നാക്കല്ല അതിന്റെ നാക്ക്, അതിന്റെ നാക്കാണ് അതിന്റെ ശത്രു എന്ന് ഞാൻ പറയും. അമ്മാതിരിയുള്ള ഒരു പേട്ടത്തിയെ വെച്ച് അനുഭവിക്കുക മാത്രമല്ല ആ പൈസയെ ഉണ്ടാക്കി നക്കിയിട്ട് അവന്റെ വർത്താനം വായി തളയിച്ച് പോടാ. ജാസ്മിന്റെ പല വീഡിയോകളും ഞാനുള്ളത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് കമന്റ് സെക്ഷനിൽ വരുന്ന ഒരു സാധനമാണ്, അതിപ്പോ എനിക്ക് പറയാൻ തോന്നി. ഇവൻ അവൾ ഉപയോഗിച്ച് കാശ് ഇതാക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവളുടെ തീർന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആൾക്കാരാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ഒരാളുടെയും പൈസ എടുക്കാൻ ജീവിതത്തിൽ ആഗ്രഹമില്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചിട്ടില്ല. ജാസ്മിനും ഫൈനാൻഷ്യലി എന്നേക്കാൾ ഉപരി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവളൊരു സ്വന്തം കുടുംബം മൊത്തം മാസം അതിലെ പയ്യൻ പറഞ്ഞായിരുന്നു ഊടുതുണി വരെ വാങ്ങിച്ചു കൊടുത്തു വിട്ടിരുന്ന കേസൊക്കെ ആ പയ്യൻ പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചേ, നിങ്ങൾ വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസിച്ചോളി. പക്ഷെ ചിലർ പറഞ്ഞു കേറമോ, ഞാനൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 4 റിലേഷൻഷിപ്പുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ലോകത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ആര് പറഞ്ഞ് 1 2 3 റിലേഷൻഷിപ്പ് ഒരാൾക്ക് ഒരു അതൊന്നും അല്ല, എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതിനിപ്പോ എന്താ? ഞാനൊക്കെ കൊച്ചു വയസ്സ് തൊട്ട് പ്രേമിക്കാൻ തുടങ്ങി, 3ാം ക്ലാസ് തൊട്ട് എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു. സത്യം, സിർജുഖാനായിരുന്നു എന്റെ ഫസ്റ്റ് ലവ്. പിന്നെ ഞാൻ ഗ്രാജുവലി ബോധം വെക്ക പുതിയ പ്രണയങ്ങൾ കണ്ടെത്തി. അങ്ങനെയായിരുന്നു, ഇഷ്ടംപോലെ പ്രണയം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തേച്ചിട്ടുണ്ടോന്ന് വെച്ചില്ല, അവസ്ഥ കൊണ്ട് തേക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കൊച്ചു പറയണ കറക്റ്റാ, നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഇല്ലേ? കള്ളത്തരം പറയരുത്, പുളൂസ് പറയരുത്. ആ കൊച്ചിനുള്ള കണക്ക് എല്ലാവർക്കും 3 4 പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. ഒരാളും തുറന്നു പറയത്തില്ല. അവളാകുമ്പോൾ തുറന്നു പറഞ്ഞു, എനിക്ക് 7 മാസത്തിൽ ഒരിക്കൽ ആളെ മാറണമെന്നുള്ളത് അവൾ തുറന്നു പറഞ്ഞു. നിങ്ങൾക്ക് അത് പറയാൻ വയ്യ, അത്രയല്ലേ ഉള്ളൂ. നീയൊക്കെ ഒളിച്ച് ചെയ്യുക, അത് പബ്ലിക്കിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചുമ്മാ എന്റെ കൊച്ചിനെ ഓരോ വൃത്തികേടുകൾ. റിലേഷൻഷിപ്പ് ഒരു പെൺകുട്ടിക്ക് ഒറ്റ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അവിടെ എന്ത് തൊലഞ്ഞാലും എന്ത് നശിച്ചാലും അവളെ കൊന്നാലും തിന്നാലും അതിൽ തന്നെ നിൽക്കണം എന്നുള്ളതിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ ക്ഷമിക്കാറുണ്ട്, സഹിക്കാറുണ്ട്, മാക്സിമം ചെയ്യാറുണ്ട്. വിധി കൊണ്ടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടും എന്റെ തെറ്റുകൾ കൊണ്ടും എന്റെ റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞ് നാളെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ എനിക്ക് ഒന്നും പ്രേമിക്കും, അത് വേറെ കാര്യം. അപ്പം ഈ റിലേഷൻഷിപ്പിന്റെ ഇതിൽ കുറച്ച് ആൾക്കാർ പറയുന്നതാണ്, ഞാൻ ഈ പയ്യന്മാരെ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കാശ് വാങ്ങിയിട്ടാണ്. എക്സ്ക്യൂസ് മീ ബ്രോ, ഞാൻ സ്വന്തമായി കഷ്ടപ്പെട്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമുണ്ട്. ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ജാസ്മിൻ, ഐ ഹാവ് നെവർ സീൻ ഹർ ആസ്കിംഗ്. അവന്റെ സർട്ടിഫിക്കറ്റ്, ഈ ഇരുതലവാളുള്ള ഈ മൂർച്ചയുള്ള ഈ സാധനം, ഈ കോടാലിയുടെ സർട്ടിഫിക്കറ്റും കൂടെ അവൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു വലിയ കാര്യം കൂടെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു വലിയ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പം മുല്ലപ്പൂവിന് ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും അവളെ അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. നല്ല കാര്യം, സന്തോഷം. അടുത്ത ഫോർ എ സിംഗിൾ തിങ് എവർ എന്റെ അടുത്ത് ഇതേവരെ ജാസ്മിൻ ഒരു കാര്യം എനിക്ക് ഇത് വേണം അല്ലെങ്കിൽ ഇത് മേടിച്ചു തരണം, എനിക്ക് ഇപ്പൊ നീ പൈസ കൊടുക്കണമെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് ചെയ്ത് ചെയ്യാറില്ല. കൊടുക്കാറില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിലും എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാലും ഞാൻ അവർക്ക് അതിന്റെ 2 ഇരട്ടിയായിട്ട് ചെയ്ത് കൊടുക്കാനേ നോക്കാറുള്ളൂ. അല്ലാതെ ആരെയും ഊറ്റിയും പിഴിഞ്ഞും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ പണിയെടുക്കുന്നു, ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്രേക്ക് വരെ കാരണം വെച്ചാൽ ക്യാമറയുടെ നാട്ടിൽ നോക്കായി പോയതാ. ഭയങ്കര ഷാപ്പായിട്ടല്ലോ. അല്ല, അത് കുറെ നേരമായിട്ടാണ് ഒരു റിംഗ് ലൈറ്റിൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ കണ്ണിന് പ്രശ്നം. റിംഗ് ലൈറ്റിൽ സെറ്റ് ചെയ്തതുകൊണ്ട് ക്യാമറ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. എന്നിട്ട് എടുത്തു പറയേണ്ട കാര്യം, ജാസ്മിൻ ഇതേവരെ എന്റെ അടുത്ത് ഒരു കാര്യമായിട്ടാണ് ഒരു റിംഗ് ലൈറ്റിൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ കണ്ണ് ഇതെന്നാലും ഞാൻ അവർക്ക് അതിന്റെ 2 ഇരട്ടിയായിട്ട് ചെയ്ത് കൊടുക്കാനേ നോക്കാറുള്ളൂ. അല്ലാതെ ആരെയും ഊറ്റിയും പിഴിഞ്ഞും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ പണിയെടുക്കുന്നു, ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്രേക്ക് വരെ കാരണം വെച്ചാൽ ക്യാമറയുടെ നാട്ടിൽ നോക്കായി പോയതാ. ഭയങ്കര ഷാപ്പായിട്ടല്ലോ. അല്ല, അത് കുറെ നേരമായിട്ടാണ് ഒരു റിംഗ് ലൈറ്റിൽ സെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങളെ മൊത്തം പിഴിഞ്ഞാണ് എന്റെ കുടുംബത്തെ നോക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്ന പോലും ഇല്ല. ആവില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, പക്ഷെ അങ്ങനെ ഒരു കാര്യത്തോട് കല്യാണ കോൺസെപ്റ്റിന് വേണ്ടി കല്യാണം മാത്രമാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി നിന്നോടുത്ത് വിങ്സ് കുറച്ചുകൂടി വിരിച്ച്, എന്റെ പുറത്ത് വിങ്സ് ഉണ്ട്, ആ വിങ്സ് വിരിച്ച് ചില നാറികൾ, ഞാൻ അങ്ങനെ തന്നെ പറയും, ചില നാറികൾ, ചില കമന്റ്സ് ഇന്നിക്ക ആയിക്ക ഈക്ക ജബ്രീക്ക, എനിക്കിത് കേൾക്കുന്നതിന് എത്ര എനിക്കിത് കേൾക്കുമ്പോ എന്നറിയാമോ, ഞാൻ ചിന്തിക്കുക എന്റെ ദൈവം ഈ വന്നിട്ട് അതൊന്ന്. സത്യം ഉന്നക്ക പിന്നക്ക തുന്നക്ക ജബ്രിക്ക കുപ്രിക്ക ഇങ്ങനെയൊക്കെ കുറെ പേര് അവരുണ്ടാവും. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇവന്മാർക്ക് ഒരു പണി ഇല്ലാത്തോണ്ടല്ല പെങ്കൊച്ചിനായിട്ട് ഉപദ്രവിക്കുന്നത്. എന്തിനാ പറയാ പോകുന്ന നാറികളെ? ആ കൊച്ചു ചോദിച്ചത് കാര്യമല്ലയോ? നാറികള് ഒന്നുമില്ല, ആ പെണ്ണ് പിറകെ നടക്കുന്നു. ഒക്കെ ഇഷ്ടമുള്ള അവള് ജീവിക്കട്ടെ. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം.
അവളുടെ പേരൻസിന് ഇല്ലാത്ത കുത്തിക്കഴപ്പ് നിനക്കൊക്കെ എന്തിനാണ്? എൻ്റെ ചോദ്യം അതിയാണ്, എന്തിനാണ് നിനക്കൊക്കെ എത്ര കുത്തിക്കഴപ്പ്? നിങ്ങൾ പോയി കണ്ട് അതിനകത്ത് എന്തുവായിരുന്നു? പ്രണയമാണ്. പ്രണയത്തിലേക്ക് എത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴങ്ങനെ വായ്ത്താളടിച്ച് ഇപ്പോഴിങ്ങനെ വായ്ത്താളടിച്ച് ആകെ മൊത്തം ഈ പറയുന്ന ഒരു 1 മണിക്കൂർ 23 മിനിറ്റുള്ള ഒരു വീഡിയോ. എൻ്റെ പൊന്നോ, എങ്ങനെ പോലും ഒരു രൂപ കവറാവും. 2,45,000 പേര് കണ്ട്. അപ്പോൾ എങ്ങനെ പോലും 1,00,000 രൂപ ഈ ഒരൊറ്റ വീഡിയോയിൽ റവന്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്തിരി കൂടെയൊക്കെ വായ്ത്താളടിക്കാം. പിന്നെ JB TV മാത്രമാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്തത്. കാരണം കാശ് വാങ്ങിച്ചിട്ട് ആണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതെന്നാണ് പറയണത്. JB TV മാത്രം കാശ് വാങ്ങിക്കാതെ പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അന്നത്തെ റിവ്യൂവിൽ മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, JB TVക്ക് മാത്രം, കണ്ണാടിക്കാരന് മാത്രം കാശ് കിട്ടിയിട്ടില്ല, ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അത് നോക്കി പറഞ്ഞത്. അത് തന്നെ എന്ത് ആയിരുന്നു അതിനകത്ത്. ഇനി ഇതിനകത്ത് വേറൊരു സാധനം പറഞ്ഞു, അത് കേൾപ്പിക്കുന്നുണ്ട്. മണി എവിടെയെന്ന് ചോദിച്ചെന്ന്. അതായത് ഇവന് കാശ് കിട്ടുത്രേ, ആ മണിയാണ് ചോദിച്ചതെന്ന്. നമ്മൾ തെറ്റിദ്ധരിച്ച് ചുക്കാമണിയാന്ന്. നിങ്ങളും അങ്ങനെയല്ലേ തെറ്റിദ്ധരിച്ചത്? ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചത്. അവൻ്റെ ചുക്കാമണി കാണിക്കുമെന്ന് ഇവള് ചോദിച്ചെന്നാണ് നമ്മൾ കേട്ടത്. അത് ചുക്കാമണി എന്നല്ല, മണി എന്ന. അത് ഇതിനകത്ത് എപ്പോഴാണ് പറയുന്നുണ്ട്, നമ്മളതൊന്നും കേൾപ്പിക്കുന്നില്ല. ഇനി കൂടുതലൊക്കെ കേൾപ്പിക്കാൻ പോയാൽ വേറെ സീൻ കോൺട്രർ ചെയ്യാം. ഏതായാലും കൊള്ളാം, ഒരു പ്രത്യേകതരം സ്വഭാവം കൊള്ളാം. എന്തായാലും പൊളിസാനം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വേദന നമുക്കൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യവും ഉണ്ടോ? ഇല്ല. ചുക്കാമണിയുടെ കാര്യമായിരുന്നാലും സുന്ദരിമണിയുടെ കാര്യമായിരുന്നാലും ഉമ്മ കൊടുക്കുന്നതായാലും കെട്ടിപ്പിടിക്കുന്നതായാലും ഒക്കെ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനെ അവൾ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് പുരോഗമനം. കെട്ടിപ്പിടുത്തം, ഉമ്മവെപ്പ് ഒക്കെ. ഒറ്റ പ്രശ്നം നമുക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന, ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിനെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് തലയിൽ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ തട്ടമൊക്കെ കെട്ടിവെച്ചുകൊണ്ട് കുറേ ഡ്രാമകൾ കാണിച്ച് ഇസ്ലാമിനെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യും. ഞങ്ങൾ പിന്നെ പെർഫ്യൂം ഉപയോഗിക്കത്തില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇസ്ലാമിയരുടെ അട്രാക്ഷനും ഒക്കെ വാങ്ങിച്ചെടുത്ത ഒരു പ്രത്യേക തരം കൂട്ടിനെസ് ഓവർലോഡ് ചെയ്ത ഈ പെങ്കൊച്ച് ഇത്തരത്തിലൊരു പ്രോഗ്രസീവ് ചിന്താഗതി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മളിപ്പം വിദേശത്തൊക്കെ വളരുന്ന കുട്ടികൾക്ക് അവരിതുപോലെയൊക്കെ കാണിച്ചാരൊന്നും പറയത്തില്ല. ചിലരിത് കാണിക്കുമ്പോൾ ഈ അമൃതയുടെ അനിയത്തിയും ഒരുപാട് തെറിയേക്കുന്നതിൻ്റെ കാരണം, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നു വന്ന സാധുക്കളായ കുട്ടികൾ ഇപ്പം കുറേ ചക്കക്കുരു വായിലിട്ടുള്ള ഒരു തരം ഇംഗ്ലീഷ് സംസാരവും ചില ഫ്രൂട്ട്സ് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഫേക്കായിട്ട് കാണിക്കുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്യുന്ന അതാണ്. നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ വളർന്ന പെൺകുട്ടികൾക്ക് അത്തരത്തിലൊരു പെട്ടെന്നൊരു പ്രോഗ്രസീവ്നെസ് വരുന്ന കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള പൊതുസമൂഹം, പ്രത്യേകിച്ച് കുറേ ഈ ബൈജുമിനി, അതായത് പഴയകാല കണ്ണാടിക്കാരൻ്റെ ഭാഷ തന്നെ പഴയകാല വസന്തങ്ങളാണ്. ഇവരെന്നും പുതിയതായിട്ടിരിക്കില്ല, ഇവർ പഴയതാവില്ല, അവർ പുതിയതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ പഴയകാല വസന്തങ്ങളുടെ ഒരു ടോക്കാണ് ആ കൊച്ചു പറഞ്ഞത്. അപ്പോൾ അത് വാസ്തവമാണ്, നമ്മളത് സമ്മതിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് അവളെ തെറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം ഇനി ഇതിനകത്ത് ഞാൻ വന്ന ഒരു കാര്യം, കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കമൻസ് നമുക്കൊന്ന് വായിക്കാം. നമ്മളെ അഭിപ്രായമല്ല കേട്ടോ, കമൻസ് ആണ്. കുറച്ചെങ്കിലും സെൻസിബിലിറ്റി ഉള്ളവർക്ക് ഇവർ കൊടുത്ത എക്സ്പ്ലനേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരുടെ വ്ളോഗ്സ് സ്ഥിരമായി കാണുന്നവർക്ക് പറയാൻ കഴിയുമല്ലോ, ദേ ആർ നോട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന്. അല്ലെങ്കിൽ അവർ റീച്ചിന് വേണ്ടി ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തു. ഇവരുടെ കോംബോ ഫാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റൊമാൻറ്റിക് റീൽസൊക്കെ ലൈക്ക് ചെയ്യുന്നത് എന്തിനായിരുന്നു? അപ്പോൾ ഒക്കെ അവർ മൗനത്തിലായിരുന്നു. ഇവരെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരൊക്കെയും ഷോക്കഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. അക്രോഫോബിയൻ എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് കേട്ടോ. ജാസ്മിൻ ഇൻ്റർവ്യൂ ആൻഡ് ലൈവിലും ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും അവരുടെ ആക്ടിവിറ്റിയിലൂടെ അങ്ങനെ തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ജാസ്മിൻ്റേത്. അവരുടെ ഒരു ബട്ടർഫ്ലൈയും തിരമാലയും. ഈ കമൻറ്റ് വെളിച്ചം കാണുമോ എന്നറിയത്തില്ല. ഈ പറഞ്ഞ കമൻറ്റിനോട് ഞാനൊരു കാര്യം പറയും. ഇവർ പറഞ്ഞ് ഈ മൊത്തം ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് അതിനകത്ത് നടന്ന കാര്യത്തിൽ കുറേ എക്സ്പ്ലനേഷൻസ് ആണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പ്രോഗ്രസീവ് ചിന്താധാരയിൽ ഒന്നിച്ച് കിടന്നുറങ്ങുന്നതും വരുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ഇന്ന് വീട്ടിലത് പ്രാക്ടിക്കലായ ഒരു സാധനമല്ല. സുഹൃത്തുക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് കിടക്കുന്നതിന് ചില നിഷ്ഠകൾ വെക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ബൈ മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാൻ തന്നെയാണ്. അതിനിപ്പോൾ അത് എങ്ങനെ പറയണം, ഞാൻ പഴയകാല വസന്തമായതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇവരൊന്നിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അഭിമാനബോധത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന ജാസ്മിൻ നന്നായി അഭിനയിക്കുന്നുണ്ട്, അവളുടെ ഫേസ് കണ്ട് അറിയാം. പിന്നെ കൂട്ടിനെസ് ഒക്കെ ഓവർലോഡ് വാരി വെതറുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, തപ്പാതെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോട്ടെ, അടുത്തത് വായിക്കാം. ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്തിന് വേറൊരാൾ ഇനിയും? ഷാനു ഷാസിൻ്റെ ഇതാണ്.
ആദ്യത്തെ പോലെ കൂടെ ഉണ്ടാവും, വീഡിയോ ഇടണം. പെട്ടെന്ന് ജാസ്മിന്റെ കല്യാണം കാണാൻ ആഗ്രഹിക്കുന്നു. ഗബ്രിയുടെ കൂടെ കുറെ കറങ്ങാതെ നിന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോവാ. നല്ല മനസ്സുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളാണ് ജാസ്മിൻ. നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ജാസ്മിനെ കെട്ടുന്നവൻ ഭാഗ്യമുള്ളവനാണ്. പിന്നെ ഭയങ്കര ഭാഗ്യം, 7 മാസം തികച്ചാൽ നന്നായിരിക്കും. സുന്ദരി ഇഷ്ടപ്പെട്ടവരെ അത്രയും കെയർ ചെയ്യും. ആ ഭാഗ്യവാൻ ആരായിരിക്കും? പിന്നെ വെറുപ്പ് മനസ്സിൽ വെക്കില്ല. ജാസ്മിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾ കുറവാണ്. ശരിയാണ്, ഒരു വെറുപ്പും മനസ്സിൽ വെക്കത്തില്ല. മറ്റൊരാള്, അതും കാൽസ്വാധീനമില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അവരുടെ ചാനൽ അടിച്ചു കളയുക, അവരുടെ മോനെ പറ്റി പടുമോശം പറയുക, ആ രീതിയിൽ അവഹേളിക്കുക. ഇത് ഇവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനിച്ചപ്പോഴെന്നറിയാം, എൻ്റെ മകനെ അമ്മാതിരി സൈബർ ഇന്ന് ഇട്ടുകൊടുത്ത മോള തിരിച്ച് മാസം തികയ്ക്കുന്നതിന് മുമ്പേ തിരിച്ച് കിട്ടി സൈബർ കൊടുത്ത്. അതെനിക്ക് സത്യമായിട്ടും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അത് ആരായിരുന്നാലും ശരി തന്നെ, അത് കടപ്പാടുണ്ട്. സത്യം ബിഗ് ബോസിനോട് ഞാൻ സലാമാണ്. അമ്മാതിരിയായിരുന്നു. കാരണം എൻ്റെ കുട്ടീനെ ഒന്നും അറിയാത്ത, ഒന്നിലും വരാത്ത, ഒരു പ്രശ്നത്തിലും വരാത്ത, ഇവളെ പറ്റി ഒരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് സൈബറിന് ഇട്ടു കൊടുത്തതാണ്. എന്തായാലും അതിനെ കെട്ട ഒരു 10-50 പേര് നിന്നാലും ഇവളെ കെട്ട ഒരു 5 പേര് പോലും നിൽക്കത്തില്ല എന്നൊരവസ്ഥയിലേക്ക് ടോക്കിംഗ് സ്റ്റൈൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ കേൾക്കുന്നവർക്കൊരു ക്രൂരത ഉണ്ടാകും, പക്ഷെ എൻ്റെ ഉള്ളിലൊരു അമ്മയുണ്ടെന്ന് മനസ്സിലാക്കുക. എൻ്റെ മകൻ ഒരു പ്രശ്നത്തിലും ഇല്ലാതിരുന്ന ഇടത്തേക്ക് എൻ്റെ കുട്ടീനെ വലിച്ചിട്ട് കൊടുത്തിട്ട് അത്രയും കേമിയായി പോയ അവൾക്ക് ഈ തിരിച്ചടി നന്നായിരുന്നു. ഉള്ളിലുള്ള ആ കള്ളത്തരം പുറത്തേക്ക് വന്നല്ലോ. ഇത്രയധികം മനുഷ്യർ വന്ന് പറഞ്ഞാലും മനസ്സിലാകാത്ത ഇവനെ പോലുള്ള അന്തങ്ങളോട് എനിക്കൊന്നും പറയാനുമില്ല. നിങ്ങൾക്ക് സിൻസിയറായി പോയ ഇഷ്ടം, നിങ്ങൾ കുടുംബത്തിനും വിശ്വാസങ്ങൾക്കും മുൻഗണന കൊടുത്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. റെസ്പെക്ട് യുവർ ഡിസിഷൻ. പക്ഷേ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സ് നിങ്ങളുടെ പേര് വലിച്ചിടും. എസ്പെഷ്യലി ഈവൻ നോർമൽ ഫൈറ്റിൽ പോലും സാരമില്ല. സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന നല്ല ലൈഫ് പാർട്ട്നേഴ്സ് രണ്ടാൾക്കും കിട്ടട്ടെ. ഗോഡ് ബ്ലസ് യു ഗൈസ്. ഇതെഴുതിയത് കുക്കു എന്ന് പറയുന്ന ആളാണ്. കൊള്ളാം കേട്ടോ. ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇവരുടെ ലൈഫ് പാർട്ട്ണർ പരസ്പരം രണ്ടുപേർക്കും ഒരേ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. രണ്ടുപേരും നല്ല തേപ്പിൻ്റെ ഉസ്താക്കന്മാരാണ്. ഇവനും തേക്കുന്നുണ്ട്, അവളും തേക്കുന്നുണ്ട്. അപ്പോൾ തേപ്പൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒത്തിരി തേപ്പൊക്കെ അനുഭവിച്ച ഏതെങ്കിലും ഒരു മൊണ്ണ വന്നോളും. അപ്പം മൊണ്ണയുടെ കൂടെ അതങ്ങ് നടന്നു പോയിക്കോളൂ. അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി വേറൊരു വലിയ ബൃഹത്തായ കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിന് മുമ്പ് അതിൻ്റെ ഒരു വലിയ കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് ഒന്ന് വായിക്കാം. ഗബ്രി പ്രാക്ടിക്കലായി ചിന്തിച്ചു. ക്ലാരിറ്റി ഇല്ലായ്മ തുടങ്ങിയതും ബ്രോ, ക്ലാരിറ്റിയിൽ എത്തിച്ചതും ബ്രോ. പക്ഷെ ഇത് നെഗറ്റീവായി ബാധിക്കുക ജാസ്മിനെ ആയിരിക്കും. കറക്റ്റ് പോയിന്റാണ്. ഇങ്ങനെ പറയാൻ കാരണം ജാസ്മിൻ BBയിൽ വരുന്നതിന് മുൻപ് തൊട്ട് അവളുടെ വ്ളോഗ്സ് എല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, 17 വയസ്സ് തൊട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവൾ. അതിനിടയിൽ നല്ല വിദ്യാഭ്യാസം പോലും നേടാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും അവൾ അതിലൊന്നും കുടുംബത്തോട് ഒരു പരാതിയും ഇല്ല. ഇതൊക്കെ കൊണ്ടാണ് ജാസ്മിൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അവളുടെ ജീവിതം അവൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ്. എന്ത് നേടി? ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കുറവാണ്. കുറവാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള പെൺപിള്ളേർ വളരെ കുറവാണ്. പിന്നെ അവളുടെ പഴയ റിലേഷൻഷിപ്പ് അതെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കണം. ശരി, സമ്മതിച്ച കുഴപ്പമില്ലല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പേഴ്സണൽ കാര്യങ്ങൾ വരെ പബ്ലിക് ആക്കിയ അവളുടെ എക്സ് പറയുന്നുണ്ട് അവളാണ് റിലേഷൻ ഒഫീഷ്യലാക്കാൻ നിർബന്ധിച്ചതെന്ന്. പെണ്ണ് കാണൽ. ആരും സഹായിക്കാനില്ലാത്ത ഒരു പെൺകുട്ടി ആദ്യത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം മുടങ്ങിയപ്പോൾ ഇനിയും തൻ്റെ ലൈഫ് എന്താകുമെന്ന് ചിന്തിച്ച് കാണും. കല്യാണം കഴിഞ്ഞാൽ തനിക്കൊരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് തോന്നിക്കാണും. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നാൻ കാരണം ഒരു യൂട്യൂബറാണ് ആ കുട്ടി എങ്കിലും അതിന് ലോകപരിചയമില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇപ്പോൾ BBയിൽ വന്ന് അതിൻ്റെ ജീവിതം കുറേ ആളുകൾ ചേർന്ന് നശിപ്പിച്ചു. പിന്നെ നാട്ടുകാരല്ലേ അവളുടെ ജീവിതം അങ്ങോട്ട് നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ചെയ്ത ചെറിയ തെറ്റുകൾ പോലും ഊതിപ്പെരിപ്പിച്ച് അവളുടെ മാക്സിമം ഡീഗ്രേഡ് ചെയ്തു. ഇൻസ്റ്റയിൽ ഓരോ കമന്റ്സും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഇതൊക്കെ ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ. BB കഴിഞ്ഞിട്ടും ഗബ്രി ജാസ്മിനെ വിട്ടുകൊടുക്കാനത് കണ്ടപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അത് വലിയ കമൻ്റാണ്. ഞാൻ അത്രേ വായിക്കുന്നുള്ളൂ. ഗബ്രിയുടെ കാഴ്ചപ്പാട് ജാസ്മിൻ നല്ലൊരു കുട്ടിയാണെന്ന്. ലൈവായി തേച്ച പെണ്ണിനെ ഒരാണിനെ എത്ര വിശ്വസിക്കും? അത്രയ്ക്കും ബുദ്ധിയില്ലാത്തവരാണോ നിങ്ങൾ? ഐഷ ഹാരിസിന്റെ കമന്റാണ്. ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് താമസിച്ചു എന്തൊക്കെയോ നേടുമെന്ന് സ്വയം വിശ്വസിച്ച് ഇല്ലാണ്ടാവുകയല്ലേ നിങ്ങൾ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാൻ പേടിക്കുന്നത്. എന്നിട്ട് അവസാനം ഇതിനെ അതിജീവിച്ച് സ്ട്രോങ് ആയി എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഡിയർ ജാസ്മിൻ, തന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ക്രിസ് കറക്റ്റാണ്. അനുഭവങ്ങൾ ഒത്തിരി കിട്ടിയിട്ടും പഠിച്ചിട്ടില്ല. ഗബ്രി, നിങ്ങൾ ഇനിയെങ്കിലും ജാസ്മിനെ യൂസ് ചെയ്യുന്നത് നിർത്തുക. അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ക്യാഷിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നല്ല, പോപ്പുലാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ജാസ്മിൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണ് ഈ ഫെയിം. കറക്റ്റാണത്.
ജാസ്മിൻ്റെ ലൈഫ് ഇനിയും സ്പോയിൽ ചെയ്യാതിരുന്നുകൂടെ? വേറെ ആര് ലൈഫിൽ ജാസ്മിനെ കല്യാണം കഴിച്ചാലും എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നാളെ ജാസ്മിൻ്റെ ലൈഫിൽ ഗബ്രി എന്നതൊരു കല്ലുകടിയാവുക തന്നെ ചെയ്യും. എങ്ങനെ നോക്കിയാലും ജാസ്മിനാണ് നഷ്ടം. ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം റിലേഷൻഷിപ്പ് പോയി, അത് പോട്ടെന്ന് വെക്കാം. ബട്ട് ഗബ്രിയുമായുള്ള കോംബോ ഇല്ലാത്ത ഫസ്റ്റ് വീക്ക് ഒക്കെ എല്ലാവരോടും ഞാൻ ജാസ്മിൻ ജയിക്കുമെന്ന് തന്നെ പറഞ്ഞു. ഞാനും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത്രയും വീറും വാശിയുമുള്ള പെൺകുട്ടിയായിരുന്നു. ഈ കോംബോ കാരണം ബിബി കപ്പ് പോയി. ഇനി എന്തൊക്കെ പോകുമെന്ന് അറിയത്തില്ല. റിലേഷൻഷിപ്പിലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എങ്ങനെ നോക്കിയാലും നഷ്ടക്കച്ചവടം. ഒരു കോംബോ കാരണം കപ്പ് പോയത് ഓർത്താൽ ഇപ്പോഴും സങ്കടം വരും. എന്തായാലും ഞാൻ ലാസ്റ്റ് വരെയും വോട്ട് ചെയ്തിരുന്നു. ബിക്കോസ് ഇപ്രാവശ്യമുള്ളവരിൽ ജാസ്മിൻ പുഷ്പം പോലെ എടുക്കാൻ ഉള്ള ആളായിരുന്നു കപ്പ്. ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു കമന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പേഴ്സണൽ ഗ്രഡ്ജൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് ആ കുട്ടിയോട്, അതില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. ഓഫ്കോഴ്സ് എനിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്കും അതേ പ്രായത്തിലുള്ള മക്കളുള്ളത് കൊണ്ട് മാത്രം ഒരു അമ്മയുടെ കരുതൽ പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞു, എൻ്റെ മകനെയും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു, ഒന്നിനും പെടാത്ത എൻ്റെ മകനെ പറഞ്ഞു. ഇതൊക്കെ ഒരു പാട്ടായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് ആ പെൺകുട്ടിയോട് സത്യമന വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവുമില്ല. ഓപ്പണായി പറയുന്നു. റസീനയുടെ ചാനലിൽ പോയി എന്നെ തെറിയും വിളിച്ചിട്ടാണ് പോയത്. പ്രായത്തിനുള്ള ബഹുമാനം പോലും ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഞാൻ എന്തൊക്കെ അവളെ പറഞ്ഞോ അതിൻ്റെ ഒക്കെ തന്നെ തെളിവ് ഉൾപ്പെടെ അവളുടെ കാമുകന്മാർ വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗം അവിടെ തീർന്നു. എനിക്ക് ഇനി അതിനകത്ത് വലിയ റോളൊന്നുമില്ല. പക്ഷെ ഇപ്പം ഈ നടക്കുന്നതിൽ ഈ ഗബ്രി എന്ന് പറയുന്നവൻ പക്ക ഫ്രോഡാണെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ മാക്സിമം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒന്നുമല്ലാതെ ഇവിടെ നിന്ന് ചാടിക്കുള്ളി ചടിച്ചുകുള്ളി ചിരിച്ചുകുള്ളിയൊക്കെ ഇരിക്കുന്ന ഈ പെൺകുട്ടി ആകെ തകർന്ന് തരിപ്പണമായി ഒന്നിനും കൊള്ളാതെ വെറും ചണ്ടായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കമൻസിൽ കുറേ പേർക്ക് അത് കാര്യം മനസ്സിലാവുന്നുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവളോടൊന്നും സംസാരിക്കാകത്തില്ല. കാരണം താൻ പോരിമയുള്ള ഒരു സ്ത്രീയോട് ആർക്കും സംസാരിക്കാനാകത്തില്ല. ഇനിയൊരു വിവാഹം കഴിഞ്ഞാൽ ഇത് കല്ലുകടിയാവുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. നല്ലപോലെ അവളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നവും ആ കുട്ടിക്ക് ഉണ്ടാവത്തില്ല. നന്നായി തന്നെ നോക്കും. പക്ഷെ ഈ അഹങ്കാര വർത്താനം ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം കുഴി ചാടുന്ന ഒരു വൃത്തികെട്ട ടേം ആ കുട്ടി ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഗബ്രിക്ക് ലാഭമോ ലാഭം. ഒരല്പം കൗൺസിലിങ്ങിന് തയ്യാറാവുകയും സോളോ ട്രിപ്പിന് പോവുകയും തനിച്ച് തന്നെ ഇത് നേരിടാൻ അവൾ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവൾ എവിടെയോ പോയി നിൽക്കുമായിരുന്നു. കാലം മായ്ക്കാത്ത മുറിവില്ല, അത് മറന്നു പോകും ആളുകൾക്ക്. അവൾ തനിച്ചാണെന്ന് ബോധ്യം വന്നാൽ ഈ ആക്രമണം നിൽക്കുമായിരുന്നു. എല്ലാവരും മാറി ചിന്തിക്കുമായിരുന്നു. ഒരു പാർട്ട്ണറാണ് തൻ്റെ ലൈഫിലേക്ക് വരേണ്ടത്. ഒരു പാർട്ട്ണറെ കൊണ്ട് മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ എന്നൊരു ഒരു തോട്ട് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് വന്നുപോയി. അത് മാറി വേറെന്തെങ്കിലും ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 100% പെർഫെക്റ്റ് ആണ് ആ കുട്ടി. ഒരു തർക്കവും. ആദ്യത്തെ വീക്ക് അവൾ കൊണ്ടുപോയിരുന്നു. സൂപ്പറായിരുന്നു അവളുടെ പെർഫോമൻസ്. കിട്ടിലോസ്കി പെർഫോമൻസ് ആണ്. അതിലിപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും അടുത്തിരുന്നു കൊണ്ട് ഈ അഭിനയിക്കുന്നതുണ്ടല്ലോ, അവൻ മനഃപൂർവ്വമായിട്ട് അവളെ ഒഴിവാക്കുന്നതാണ്. ഇനിയും ഇത് മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം അടുത്തവർ, ഇത്രയധികം അവൻ സപ്പോർട്ടീവായി നിൽക്കുന്നവർക്ക് ഒന്ന് ചേർന്നാൽ എന്താ കുഴപ്പം? അവളത് ആഗ്രഹിക്കുന്നുണ്ട്, അവനും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവന് മറ്റൊരു ടൈമിൽ അവളെ കാണാനൊക്കത്തില്ല, കുടുംബം സമ്മതിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ കുടുംബത്തിനെ സമ്മതിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് പോകാനൊന്നും ഒക്കത്തില്ലല്ലോ. ഇത്രയധികം ദിവസം ഒന്നിച്ച് ഇവൾ പറയുന്നുണ്ട് ഇതിനകത്ത് അവർ ഒന്നിച്ച് ഉറങ്ങിയിട്ടുണ്ടെന്ന്. അത് മറ്റൊരർത്ഥത്തിലല്ല, ഞങ്ങൾ ഒന്നിച്ചുറങ്ങിയാലും ഞങ്ങൾക്ക് പരസ്പരം ഒന്നും സംഭവിക്കത്തില്ല എന്നാ പറയണത്. ഇതൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അല്ലാത്തവർ പൊതുസമൂഹം കല്ലെറിയുക തന്നെ ചെയ്യും. കോമൺ സെൻസ് എന്ന് പറയുന്ന സംഗതി ഇല്ലാതെ പോയതിൻ്റെ തെറ്റാണ് ഈ കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ അമ്മയ്ക്കും അച്ഛനിക്കും ഒരു റോളും ഇല്ല അവളുടെ ലൈഫിൽ. അവർക്ക് ഒരു വോയിസ് പോലും ഇല്ല. ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നാട്ടും പുറത്തുകാരായ സാധാരണ കുടുംബക്കാരായ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും എഗ്രി ചെയ്യുന്ന ഒരു ടൈമിലല്ല ആ കുട്ടിയുള്ളത്. ഇതാണ് പ്രശ്നം. നമ്മളെക്കാൾ കൂടുതൽ ഏണിങ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായി അവരുടെ ചിലവിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരോടുള്ള ആ പിടി പോലും വിട്ടുപോകുന്നുള്ള നല്ല ഉദാഹരണമാണ് ഇത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കണ്ട കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിൻ്റെ വഴി ആ കൊച്ചു സ്ട്രൈക്ക് അടിച്ചാൽ സ്ട്രൈക്ക് അടിക്കട്ടെ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഒരാളെ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. ഇത് കണ്ടപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഒന്നും ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്താണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിടും. അത് ഏൺ ചെയ്യുകയോ തൊലയുകയോ നന്നാവുകയോ എന്താ ചെയ്യട്ടെ. പറഞ്ഞാൽ മനസ്സിലാകുന്നവരുടെ അടുത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. JBI TV മാത്രമാണ് നല്ലത് പറഞ്ഞതെന്ന്. അവൻ അതുകൊണ്ട് വ്യൂ കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ നിന്നെ നന്നാക്കിയാണെന്നുള്ള തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല എന്നുള്ളതാണ്. കണ്ടവരൊക്കെ പറഞ്ഞു ആരും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളെ ഉടുത്തു എന്നുള്ളതല്ല. ഈ പയ്യൻ പുറത്തു പോകണമെന്ന് ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം അവൾ അങ്ങനെയെങ്കിലും കളിക്കട്ടെ എന്ന്. അതും പോയ ശേഷം പിന്നെ അവിടെ വിധവാ നാടകം കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
പിന്നെ നന്നായി പെർഫോം ചെയ്ത ഒരു വ്യക്തി വന്ന് അയാളെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ സീസൺ 6 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഹേറ്റേഴ്സിനെ കൊണ്ടാണ് അത് ഡെവലപ്മെന്റ് ആയത് എന്നുള്ളതാണ്. അത്രയും ഹേറ്റേഴ്സ് അവൾക്ക് വരാനുള്ള ചാൻസ് പോലും അവളായി തന്നെ ഇട്ടുകൊടുത്തിട്ടാണ് പോയത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, 23 വയസ്സുകാരിയുടെ നാവാണെന്നും അല്ലെങ്കിൽ 23 വയസ്സുകാരിയാണെന്നുള്ളൊരു കൺസെഷൻ ആരും കൊടുത്തില്ല അവൾക്ക്. അവളുടെ പ്രവൃത്തിയും വാക്കുകളും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവളുടെ ഏജ് ആരും കൺസിഡർ ചെയ്തില്ല. കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇൻക്ലൂഡിങ് ഞാൻ തിരിച്ചു പറയുമായിരുന്നു. പക്ഷെ എൻ്റെ പ്രശ്നം അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നു, എന്നെയും മകനെയും ഒരു കാര്യമില്ലാണ്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു. അതും ദേഷ്യം മാറാതെ എൻ്റെ കുട്ടീനെ കൊല്ലുക അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ തീർക്കുക, ആ ടൈമിൽ പൈസ വരെ ചിലവാക്കി എന്നറിയുമ്പോൾ ആ വയസ്സിലുള്ള ഒരു പെൺകുട്ടിയുടെ ബോധമല്ല അതിനെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ്, തെളിവില്ലാതെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ എനിവേ ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഒരു നല്ല പേരൻ്റ് ആണെങ്കിൽ വിളിച്ചിരുത്തി കാര്യം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ പോകാനും വരാനും ഒക്കെ ഉള്ള പെർമിഷൻ കൊടുക്കും. നോക്കൂ, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവരൊക്കെ ട്രിപ്പിന് പോകുന്നുണ്ട് ഇല്ലേ, എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ ജസ്മിന ആ പെണ്ണൊക്കെ പോകുന്നുണ്ട്, തനിച്ചെല്ലാവരും പോകുന്നുണ്ട്. അവരെ ആരും ഒന്നും പറയുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവർ നമ്മളെ കുറ്റം പറയാനുള്ള കാരണമായി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് മനസ്സിലാകാതെ നിരന്തരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ആരും ഇപ്പോൾ ഇതെടുത്ത് വെച്ച് പറയത്തില്ല എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ള ആ ഒരു വീരവാദം വിരട്ടലും ഒക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പം റിവേഴ്സിൽ ആളുകൾ പണി തരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അവരുടെ ലൈഫ് അവർക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 6 പേരെ പ്രേമിക്കാം, 6 പേരെ കളയാം, 6 പേർക്കൊപ്പം ജീവിക്കാം. അതൊന്നും ഒരു വിഷയമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു മാറ്ററേ അല്ല. പ്രോഗ്രസീവ് ചിന്താധാര എന്ന് പറയുന്നത് ചില ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ ആർക്കൊപ്പവും സെക്സ് ചെയ്യാം, ആർക്കൊപ്പവും നടക്കാം എന്നുള്ളതിനല്ല പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടത് റെസ്പെക്റ്റ് ആണ്, സെൽഫ് റെസ്പെക്റ്റ്, സ്വയം പര്യാപ്തത. അത് ഏത് മാർഗേന ഉണ്ടാക്കി എന്നുള്ളതൊന്നും വശമല്ല. പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല റവന്യൂ, നല്ല രീതിയിൽ പോകുന്നുണ്ട്, സ്വസ്ഥമായി ജീവിച്ചു പോകാവുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് റോൾ മോഡലായിട്ട്. ഇതൊന്നുമല്ല ഇങ്ങനെ ഞാൻ ചെയ്യുള്ളൂ, ഇത് വേണമെങ്കിൽ സഹിച്ചോ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കാണിക്കും എന്നൊക്കെ പറയുന്ന അഹങ്കാരികൾക്ക് ആ രീതിയിലുള്ള മറുപടി പൊതുസമൂഹം കൊടുക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിൽ നമ്മൾ പറയുന്നവരെ ശത്രുവാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ കമൻസിൽ ഉടനീളം വായിച്ചാൽ, ഞാൻ കുറച്ചേ കമൻ്റ് എടുത്തോളൂ, ഒത്തിരി കമൻ്റ് അവിടെ കിടപ്പുണ്ട്. ഈ കമൻറ്റുകളിലൊക്കെ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പയ്യൻ അവളെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനും ഉറച്ചു നിൽക്കുന്നു. എനിക്ക് മനസ്സിലായതാണ്. അവൻ ചാനൽ തുടങ്ങി, ആ ചാനൽ ടപ്പേന്ന് വളർന്നു. കൂടെയുള്ളവരൊക്കെ ചാനൽ തുടങ്ങി, അവർക്കൊന്നും ഇത്ര വളർച്ചയില്ല. ഇത് ടപ്പേന്നങ്ങ് കയറിപ്പോയി. ഈ അഖിൽമാരാരെന്ന് പറയുന്നത് പിന്നെ എന്താ പറയണേ, ഇതിനകത്ത് ജയിച്ച ഒരു വ്യക്തിയാണ്. അയാളുടെ ചാനൽ പോലും 100 അടിച്ചിട്ടില്ല. ഇവൻ മിനിറ്റുകൾ കൊണ്ട് 100 അടിച്ചു. റവന്യൂ കിട്ടി തുടങ്ങി. അവളെ കൂടെ ചുറ്റാൻ പോയി. അവളെ ഒന്ന് കംഫർട്ടാക്കി എന്നാണ് അവൾക്ക് തോന്നുന്നത്. തെറ്റാണ്. ആ കംഫർട്ട് ആക്കുക എന്നുള്ള ടൈമിൽ അവൻ്റെ ചാനൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവൻ എന്ത് പൊടുങ്ങാത്തൊടി ഇട്ടാലും അതിനകത്ത് ആളുകൾ വരും. ഇനി നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ പോലും അവനിക്ക് അതിന് കിട്ടാനുള്ളതെല്ലാം അവൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ളതെല്ലാം അവൻ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. നഷ്ടം വന്നത് ഈ പെൺകുട്ടി. അത് ഇവിടെ എവിടെയും ഉള്ള ഒരു സിദ്ധാന്തം അതാണ്. ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്, മുള്ളിനല്ല. അത് മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും എന്നുള്ള, ഒരുപാട് വൈകി പോകും എന്നുള്ളതാണ്. പിന്നെ ഉന്നാക്ക പിന്നാക്ക ചിന്നാക്ക ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകാവുന്ന ചില താഴ്ചകൾ, വീഴ്ചകൾ, അതൊക്കെ തന്നെ ആ കുട്ടിക്കും സംഭവിച്ചിട്ടുള്ളൂ. അതൊക്കെ ഇഗ്നോർ ചെയ്യുക. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എഡ്യൂക്കേഷൻ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പണമൊക്കെ എപ്പോൾ വേണമെങ്കിലും വരും പോകും. ഇവർ രണ്ടുപേരും വായ്ത്താളം അടിച്ച വ്യക്തികളാണ്, ഞോറയും ഇവളും. പക്ഷെ പുറത്തേക്ക് വന്നിട്ട് രണ്ടുപേരും അതിനകത്ത് ഇമ്പോർട്ടൻസ് കാണിക്കുന്ന കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം വളരുന്നത് പഠനങ്ങളിൽ കൂടെയാണ്. നല്ല പഠിത്തമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരത്തില്ല. കാലം മാറി ചിന്തിക്കും, മാറി പറയും. അതിന് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിലൊന്നും ചിന്തിക്കാതെ വീണ്ടും ഇവനെ തന്നെ ചേർത്ത് പിടിച്ച് ഇവൻ്റെ കൂടെ ഈ പേക്കൂത്തൊക്കെ കാണിക്കുമ്പോൾ പൊതുസമൂഹം എന്ത് കിട്ടും? ഇനി ഇതിനകത്ത് നിങ്ങൾ തത്തയ്യ പുത്തയ്യൊന്നും പറയണ്ടേ. യെസ്, നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് മടുത്തു, നിങ്ങൾ വിട്ടു. ആ ഡെക്കറേഷൻ പോരെ, എന്തിനാണ് മോളെ? ഏതായാലും കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. ഇനി നീ എൻ്റെ ചാനൽ അടിച്ച് കളയാൻ വരില്ലേ, പാവ അത്തപ്പാടിയാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ണുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് നീ എനിക്ക് സ്ട്രൈക്ക് തന്നാലും എനിക്കൊരു പില്ലുമില്ലടി, ഞാൻ ഇതും കളയും, അത്രയേ ഉള്ളൂ. എന്നാലും നീ നീ നശിപ്പിച്ച് കളഞ്ഞ ചാനലിൻ്റെ ഭാഗത്തേക്ക് 3 മാസം കൊണ്ട് പുതിയ ചാനൽ അതിനേക്കാൾ സ്പീഡിൽ കയറ്റിക്കൊണ്ടുവന്ന് ഞാൻ നിന്നേക്കാൾ കെമിയാണെന്ന് ചുമ്മാ അഹങ്കാരം പറയാൻ ഒരാഗ്രഹം. നീ അതും കൂടെ എടുത്തു വെച്ചോടി. എന്തായാലും കൊള്ളാം മോളെ, അഭിനയിച്ചങ്ങ് തകർക്കുന്നുണ്ട്. നല്ല ഓസ്കാർ അവാർഡ് നിനക്ക് മാത്രമാണ്.
ഇനിയും മനസ്സിലാക്കി ഇനിയും നന്നാവാനുള്ള ശ്രമമെങ്കിലും നടത്തിയാൽ നല്ലത്. കൊച്ചിന് സ്കൂളിൽ പോകാൻ വയ്യാത്തൊരവസ്ഥ എൻ്റെ കുഞ്ഞിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയാലും എനിക്കൊന്നുമില്ല, എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രത്തോളം എന്നെ അവഹേളിക്കുകയും അത്രത്തോളം എന്നെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരാളാണ് പുള്ളിക്കാരത്തി. അതുകൊണ്ടായിരിക്കും പലരും വന്നിട്ട് ഈ ഒരു വിഷയം എന്താ നിങ്ങൾ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രം ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച്.